താങ്കളൊരു സ്ത്രീലമ്പടനാണ്. അങ്ങനൊന്നല്ല. അല്ല, അങ്ങനെ ഒരു ഇമേജ് വന്നു. അങ്ങനത്തെ ആളൊന്നല്ല. താങ്കളെ വലത്തെ കണ്ണ് നനയുന്നുണ്ട്. ഫാദർ ഡൈനിങ് ചെയ്യണമെന്ന് സംഭവിക്കില്ല. ഈ അലിൻ ജോസ് പെരേരയുടെ വിചാരം, അലിൻ ജോസ് പെരേര ആരാണെന്ന് അവനെ കുറിച്ച് അന്നേരം അറിയാം. കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തിയ എല്ലാം പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഇരിക്കുമോ സംശയം. ഇല്ല, എന്തിനാ പേടിക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്യില്ലേ? സന്തോഷ് വർക്കി വോട്ടുണ്ടോ? സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ സാമ്പാറിനുള്ളിലെ മുരിങ്ങക്കോൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെയാണ്. BJP എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ BJPയുടെ പ്രധാനമന്ത്രി പുള്ളി BJPയിലെ പല നേതാക്കളെക്കാട്ടും ബെറ്ററാണ്. ഈ 10 വർഷം മോഡിക്ക് വരെ അമിത്ഷായോ അദ്വാനിയാണെങ്കിൽ ഇതിനെക്കാട്ടും പ്രസിഡന്റായാണ്. നാളെ സന്തോഷ് വർക്കിയെ ഒരു പെൺകുട്ടി വിളിക്കുക, ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സന്തോഷ് ഏട്ടൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള കളികളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സന്തോഷിന്റെ പ്രതികരണം? അത് നടത്താം. ഫിലോസഫിയിൽ കാണാൻ പറ്റില്ല. സന്തോഷ് വർക്കി സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായി വൈറലായ ആളാണ്. മലയാളി മുഴുവൻ സന്തോഷ് വർക്കി ആറാട്ടണ്ണൻ എന്ന പേരിൽ ഏറ്റെടുത്ത ആളാണ്. നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്ത ആളാണ്. താങ്കളുടെ ഡയലോഗ് വെച്ച് പാട്ട് വരെ ആറാട്ടുകയാണ്, ഇനി ആറാട്ടുകയാണ് എന്ന് പറഞ്ഞ് പാട്ട് വരെ ഇറക്കി. ആ സമയത്ത് ഇത്തരത്തിൽ നിത്യമേനോൻ ഇഷ്യൂ, മഞ്ജു വാര്യർ ഇഷ്യൂ, ഇങ്ങനെ സിനിമാ താരങ്ങളെ വെച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങളോടുള്ള താല്പര്യം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ താങ്കളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി താങ്കളുടെ ജീവിതത്തിലേക്ക് വരികയില്ലായിരുന്നു. പറയാൻ പറ്റില്ല. വന്നേനെ, ഉറപ്പായും വന്നേനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയിൽ വരാത്തതെന്ന്. താങ്കളൊരു സ്ത്രീലമ്പടനാണ്. അങ്ങനൊന്നല്ല. അല്ല, അങ്ങനെ ഒരു ഇമേജ് വന്നു. അങ്ങനത്തെ ആളൊന്നല്ല. ആവശ്യത്തിനുള്ള വികാരമേ ഉള്ളൂ. ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ. താങ്കൾ ഈ സ്ത്രീ വിഷയത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അഭിപ്രായ പ്രകടനങ്ങളും ഒഴിവാക്കിയിരുന്നെങ്കിൽ ഉറപ്പായും കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നടന്നേനെ. ഞാൻ പറയും, ഇപ്പോൾ തൊപ്പിയുടെ കേസ്, തൊപ്പിയെ വിമർശിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. തൊപ്പിക്കൊരു ഗേൾ ഫ്രണ്ട് വന്നില്ലേ, അവർ വളരെ ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂകൾ കൊടുക്കുന്നില്ലേ, ഹാപ്പിയായി സോഷ്യൽ മീഡിയ ഇമേജ് കോൺഷ്യസ് ആവണേന്. അതിൽ കുറ്റബോധമുണ്ടോ? കുറ്റബോധം ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ എഴുതുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പ്രത്യേകത ഞാൻ നോക്കാറില്ല. ശരി, ഇങ്ങനെ തിരിച്ച് നമ്മൾ അച്ഛനെ പറ്റി പറഞ്ഞു. അമ്മ വീട്ടിലുണ്ട്, അമ്മയും മകനും മാത്രമാണ് വീട്ടിൽ. അമ്മയ്ക്ക് പ്രായാധിക്യമുണ്ട്. അമ്മയെ ഇനി എന്താണ് സന്തോഷ് വർക്കിയുടെ ഒരു ഫ്യൂച്ചർ? ഫിലോസഫറായ, എഴുത്തുകാരനായ സന്തോഷ് വർക്കി തൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? അമ്മയുടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും, അമ്മയെ നോക്കേണ്ടി വരും. അതിനുശേഷം യൂറോപ്പിൽ അല്ലെങ്കിൽ US പോകണമുണ്ട്. സിസ്റ്റർ US ഡോക്ടറാണ്, US യൂറോപ്പിൽ പോകണമുണ്ട്. അമ്മയുടെ കാലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ തുടരാൻ താല്പര്യം, ഫിലോസഫിയിൽ തുടരാൻ താല്പര്യം. ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ സിസ്റ്ററൊക്കെ, യൂറോപ്പിലുള്ള സിസ്റ്ററൊക്കെ സിസ്റ്റർ പറയാറുണ്ട്, എന്തിനാ ഈ സ്ത്രീ പെണ്ണുങ്ങളുടെ കാര്യമില്ല, ഇങ്ങനെ ആക്ട്രസ്മാരുടെ കാര്യമില്ല പറയണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും വേണ്ടാന്ന് വെച്ചിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ കാര്യമല്ലേ. അല്ല, ഫാദറിൻ്റെ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സങ്കടമുണ്ട്, അതിഭീകരമായ സങ്കടം ആ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. താങ്കളെ വലത്തെ കണ്ണ് നനയുന്നുണ്ട്. ഫാദർ ഡൈനിങ് ചെയ്യണമെന്ന് സംഭവിക്കില്ല. പുള്ളി ഒരുപാട് ഉപദേശം. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതിലുള്ള കുറ്റബോധമാണോ, ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആരും തന്നെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കുറ്റബോധമാണോ? അത് അല്ലെങ്കിൽ വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അവർക്കും തോന്നുന്നുണ്ട്, എനിക്കും അത് തോന്നിയിട്ട് കാര്യമില്ല, അവർക്കും തോന്നുന്നുണ്ട്. ആത്മാർത്ഥമായ എത്ര സുഹൃത്തുക്കളുണ്ട്? വളരെ കുറവാണ്. അങ്ങനെ ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാവരും ഫിനാൻഷ്യൽ ആവശ്യം മറ്റൊരാൾ ഉപയോഗിക്കുകയാണ്. താങ്കൾ വലിയൊരു ആരുമില്ല. താങ്കൾ വലിയൊരു സാമ്പത്തിക ശക്തിയാണോ? ആവശ്യത്തിനുണ്ട്. ഒരുപാട് പേര് ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സിൻസിയറായിട്ട് മനസ്സിലാക്കാൻ വളരെ കുറവാണ്. ഒരാളെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇപ്പൊ കുറച്ചെങ്കിലും ഉള്ളു ചെകുത്താനാണ്. എനിക്ക് ഇഷ്ടപ്പെടായി എന്താ? താങ്കളുടെ സന്തോഷം ചെകുത്താനായിട്ട് വ്യക്തിപരമായിട്ട് കുഴപ്പമില്ല. ഒരു വ്യക്തിപരമായ ഒരു കുഴപ്പമില്ല. ചെകുത്താനായിട്ട് കുഴപ്പമില്ല. ചെകുത്താൻ വളരെ നല്ല മനുഷ്യനാണ് പറയുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുഴപ്പമില്ല. ചെകുത്താനാണ് താങ്കളുടെ ഏറ്റവും ആത്മാർത്ഥ. ഇപ്പൊ എന്തെങ്കിലും അടുപ്പമുള്ള ചെകുത്താൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സുഹൃത്തുക്കളുമില്ല. ഇത്രത്തോളം പഠിച്ചിട്ടും ഈ പഠനകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും അന്നല്ല ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത ആളുണ്ടായതെല്ലാം എക്സ്പ്ലോയിറ്റിംഗ് ആയിരുന്നു. നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഒരു വഴി കാട്ടാൻ, സന്തോഷം നീ അത് ചെയ്യരുത്, ഇത് തെറ്റാണ്, അതല്ലേ ചെയ്താനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പെണ്ണിന്റെ പുറകെ തലേവശം പറഞ്ഞു ചെയ്താൻ വേണ്ടി നടക്കില്ല, വെറുതെ പോകണ്ട. അങ്ങനെ നടക്കില്ല എന്ന് പറയുന്നതല്ല ഞാൻ പറയുന്നത്. പുള്ളി ബോണ്ടാന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പറയുന്നതല്ല ഞാൻ പറയുന്നത്. സന്തോഷ് വർക്കിയുടെ എല്ലാ കാര്യങ്ങളും, സന്തോഷ് നിനക്ക് 35 വയസ്സ്, എത്ര 37 വയസ്സായി, അമ്മയുണ്ട്, അമ്മയ്ക്കും സന്തോഷനും ഒരു കൂട്ട് വേണം. അതുകൊണ്ട് ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, നിനക്ക് ഇത്ര വിദ്യാഭ്യാസമുള്ള ആളാണ്, നീ ഇനി ജീവിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞു തരാൻ ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സന്തോഷ് വർക്കി വേറൊരു നിലയിലേക്ക് പോകുമായിരുന്നു. ശരിയാണ്. എൻ്റെ ഏറ്റവും വലിയ
സുഹൃത്തല്ല, എല്ലാ കാര്യവും ഷെയർ ചെയ്ത് ഫാദറായിരുന്നു. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ല, ഫാദർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ല. പക്ഷേ സന്തോഷ് വർക്കിയുടെ കൂടെ നടന്ന പല ആളുകളും പിന്നീട് സന്തോഷ് വർക്കിക്കെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ട് ശത്രുക്കളാവുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. സിനിമാ നടന്മാരുണ്ട്, റിവ്യൂവർമാരുണ്ട്, അങ്ങനെ ഒട്ടനവധി പേരുണ്ട്. ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തത്. കാരണം ആ വിഷയം ഞാൻ എങ്ങും സംസാരിച്ചിട്ടില്ല. പക്ഷെ സംസാരിക്കാഞ്ഞിട്ട് പോലും താങ്കളുടെ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സന്തോഷം, ഞാൻ വളരെ കാര്യമായി ചോദിക്കട്ടെ. നമ്മൾ രണ്ടും ഏകദേശമൊക്കെ ഒരേ ഏജ് റേഞ്ചിൽ വരുന്ന ആളുകളാണ്. 2 വയസ്സിൻ്റെ വ്യത്യാസമേ നമ്മൾ തമ്മിലുള്ളൂ. ഞാൻ താങ്കളെക്കാൾ 2 വയസ്സിനുള്ളതാണ്. സന്തോഷം, ഇനിയെങ്കിലും ഇത്തരം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. സന്തോഷം സിനിമയുടെ റിവ്യൂ പറഞ്ഞോളൂ, നല്ല കാര്യമാണ്. സന്തോഷിൻ്റെ അഭിപ്രായം പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യൻ ഭരണഘടന നമുക്കത് അനുവദിച്ചു തരുന്നുണ്ട്. ഒരു ഇപ്പം മാധവിക്കുട്ടി പോലെ ആൾക്കാർ ഈ സെക്ഷനെ കുറിച്ച് മറ്റേ തുറന്നു പറഞ്ഞിട്ടില്ലേ, അതുപോലും തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരു പച്ചയായ മനുഷ്യനെ പോലെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് സന്തോഷ് വർക്കിക്ക് ഈ വിഷയങ്ങളിൽ സങ്കടമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ചോദ്യം ചോദിക്കില്ല. സന്തോഷം തന്നെ പറയുന്നു ഇത് വേണ്ടിയിരുന്നില്ല, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ഈ ചോദ്യം. ഫാദറിന്റെ അറിയാവുന്ന ആൾക്കാർ എന്ത് വിചാരിക്കുന്ന ഫീലിംഗ് എനിക്കുണ്ട്. അവര് വിചാരിക്കുണ്ടാവും മാധവിക്കുട്ടിക്കോ ആ ചിന്തകളില്ല. ഈ താങ്കൾ പറഞ്ഞു പോയ പേരുകളുണ്ടല്ലോ, മാധവിക്കുട്ടി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്നൊക്കെ പറഞ്ഞല്ലോ, അവർക്കൊക്കെ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. അവർ പറയാനുള്ളത് തുറന്നെഴുതി പോയവരാണ്. എൻ്റെ അച്ഛൻ എന്ത് വിചാരിക്കും, എൻ്റെ അമ്മ എന്ത് വിചാരിക്കും, എൻ്റെ കുടുംബം എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും എന്ന് അവർ ചിന്തിച്ചിട്ടില്ല. സന്തോഷം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിയാണ്. പലതും ഞാനിപ്പോൾ റൂൾ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മോർ ദാൻ ബൈ ലോജിക്. റൂൾ ബൈ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. കുറച്ച് ഡിപ്ലോമാറ്റിക് ആവണം. വളരെ ഓവർ ഫ്രാങ്ക് ആയിപ്പോയി. കുറച്ച് ഡിപ്ലോമാറ്റിക് ആവണം. ഇപ്പോൾ ഞാൻ സെലിബ്രിറ്റിയാണ് ഫീലിംഗ് എനിക്കില്ല. സെലിബ്രിറ്റി പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇപ്പോൾ മോഹൻലാലിൻ്റെ പണ്ട് അങ്ങനെയായിരുന്നു, വളരെ കെയർഫുൾ. ഇപ്പം അല്ല, പണ്ടല്ല വളരെ കെയർഫുള്ളായി അങ്ങനെ സംസാരിക്കണം. സന്തോഷിനോട് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്ന് സംസാരിക്കുമ്പോഴും സന്തോഷം എന്ത് പറഞ്ഞാലും അത് കണക്ട് ചെയ്യുന്നത് സിനിമയിലുള്ളവരുമായിട്ട്. മോഹൻലാൽ, മമ്മൂട്ടി, മഞ്ജു വാര്യർ, അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. സിനിമയെന്നല്ല, ഞാൻ സിനിമയുടെ കാര്യം പറയാൻ എനിക്ക് ഫിലോസഫികളായിട്ട് പറയാം. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന സിനിമയാണ്, അതുകൊണ്ടാണ് സിനിമ ഉപയോഗിക്കണം. എൻ്റെ ഫിലോസഫി ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചും ഫിലോസഫി വെച്ച് പറയുന്ന കാര്യമൊന്നും ട്രോൾ ആവുകയോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സംസാരിക്കാൻ 1-2 ഇന്റർവ്യൂ നടന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം കാരണം സിനിമ എല്ലാവർക്കും മനസ്സിലാവും, പക്ഷേ ഫിലോസഫിയിലൊന്നും എല്ലാവർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യണ്ടേ. ഒരു 5-6 വീഡിയോ ഇടുമ്പോൾ ഒരു വീഡിയോ അതായിരിക്കും, പക്ഷേ അതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അവിടെ അത് അധികം പറയാറില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവുന്ന സിനിമയാണ്, അതുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് പറയാൻ. സിനിമയെക്കുറിച്ച് പറയാൻ സന്തോഷ് വർക്കിക്ക് എന്താണ് അവകാശമുള്ളത്? കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. വേൾഡ് സിനിമ മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ചെല്ലാം കണ്ടിട്ടുണ്ട്. സിനിമ എൻ്റെ ഒരു ഹോബിയാണ്, അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയുന്നു. 80s 90s ഓൾമോസ്റ്റ് എല്ലാ പടം കണ്ടിട്ടുണ്ട്. 2009 പടം കണ്ടിട്ടുണ്ട്. താങ്കൾ തന്നെ എന്നോട് പറഞ്ഞു ഒരു സിനിമ മോശമാണെങ്കിൽ ഞാനിപ്പോൾ നെഗറ്റീവ് റിവ്യൂ പറയാറില്ല എന്ന്. അതിൻ്റെ കാരണം പറഞ്ഞ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ എനിക്ക് അത് ബുദ്ധിമുട്ട് മനസ്സിലായി. വളരെ കഷ്ടപ്പെട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതോടെ ഞാൻ തീരുമാനിച്ചു നെഗറ്റീവ് റിവ്യൂ തോന്നിയാലും ഞാൻ ആ പടം ഇറങ്ങിപ്പോവും. അപ്പോൾ ഒരു റിവ്യൂവർ എന്ന നിലയിൽ അത് തെറ്റല്ലേ? മോശമാണെങ്കിൽ മോശമാണെന്നും ശരിയാണെങ്കിൽ ശരിയാണ് അങ്ങനെ പറയുമ്പോൾ അവരുടെ പിന്നിലുള്ള എഫേർട്ടാണ്. നമുക്കൊരു ഇപ്പോൾ ഇവർ പറയും നിങ്ങൾക്ക് 150 രൂപ പോയി, ഒരു പ്രൊഡ്യൂസറിന് എത്ര രൂപ പോവാണ്? എന്ത് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കണം. അപ്പോൾ ഇത് പറയാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ ഇറങ്ങിപ്പോവും, റിവ്യൂ ഞാൻ കൊടുക്കില്ല. പോസിറ്റീവ് ആണെങ്കിൽ പറയും. എന്നാലും ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നാലും മായാവനം പടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു കഥ പറയട്ടെ. മഞ്ജു വാര്യർ അഭിനയിച്ച വെള്ളരിക്കാപട്ടണം എന്നൊരു സിനിമ, താങ്കൾ ആ പടം കണ്ടത് ലുലുവിലാണ്. പക്ഷെ താങ്കൾ ഫസ്റ്റ് റിവ്യൂ കൊടുത്തത് എവിടെയാ? വലുതാണിതാ. ഞാൻ അവിടെ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു, റിവ്യൂ പറയാൻ വേണ്ടി മാത്രം വന്നു. അല്ല, എനിക്കാണെങ്കിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് പോകാമായിരുന്നു. ഇവർക്ക് മീഡിയക്കാർക്കൊന്നും കിട്ടിട്ട് വന്നാണ് അങ്ങോട്ട് വന്നത്. എനിക്കാണെങ്കിൽ നേരെ പോകാമായിരുന്നു. എൻ്റെ ചാനലിൽ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ചോദിക്കുന്നത് കൊണ്ടല്ല സന്തോഷ് വർക്ക് ചെയ്ത് പറയുന്നത്. എനിക്കിപ്പോൾ മീഡിയയിൽ ഞാൻ ഇതുവരെ റിവ്യൂവിന് കാശ് വാങ്ങിച്ചിട്ടില്ല. അവർക്കൂടെ കിട്ടുന്ന പേജാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം അതിൻ്റെ ഫസ്റ്റ് ഷോ ഞാൻ തിയേറ്ററിലുണ്ട്, വനിതാ വിനിതയിലുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീഡിയ ആളുകൾ വന്ന് അല്ല, അത് അവർക്കൂടെ കിട്ടട്ടെ വിചാരിച്ചത്. ഓക്കെ, എന്തായാലും ഞാനത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും ഇവനെന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യണം. ഞാൻ ആ പടം കണ്ട് ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട്. ഞാനും ആ സിനിമയുടെ സംവിധായകനും സഹസംവിധായകരും ഒക്കെ ഒരുമിച്ചിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച സന്തോഷ് വർക്കി സ്കൂട്ടർ ഒതുക്കിയിട്ട് ബാക്കിലത്തെ വാതിലൂടെ കയറി ഫ്രണ്ട് വാതിൽ വന്ന് സിനിമയ്ക്ക് റിവ്യൂ പറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചു. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഇനി നേരിൽ കാണുമ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ സന്തോഷിന് എല്ലാ പടങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയണമെന്ന്
അതിയായ എൻ്റെ അല്ല, അവർക്കൊരു എനിക്ക് മീഡിയയിൽ ഒരുപാട് പേര് അവർക്കൊരു ബൈറ്റ് ഇട്ടിട്ട് വന്നാൽ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് എനിക്ക് കാശിനാക്കിയിട്ട് എനിക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വന്നത് ഇവരെ ഓർത്തിട്ടാണ്, ഇവർക്കൊന്നും കിട്ടിട്ടാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണോ റിവ്യൂ ചെയ്യണോ മറ്റെല്ലാം വാങ്ങി. എനിക്ക് ആകെ കിട്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും മാത്രമാണ്. ബർത്ത്ഡേ വെച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം വെച്ചിട്ട് അതിനുള്ളിൽ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. ഞാൻ കാശ് എനിക്ക് കിട്ടിയ യൂട്യൂബ് ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, റിവ്യൂ വാങ്ങിച്ചിട്ടില്ല. റിവ്യൂ നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിച്ച പിന്നെ പെയ്ഡ് റിവ്യൂ. അതൊക്കെ സന്തോഷ് വർക്കിയുടെ മാന്യതയാണ്. കാരണം വിവാദത്തിൽ നിൽക്കുന്ന ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ എനിക്ക് 1000 രൂപയോ 10000 രൂപയോ തരണമെന്ന് വേണമെങ്കിൽ താങ്കൾ പെരേര ഇപ്പോൾ പറയണ്ട, അല്ലെങ്കിൽ ജോസ് പെരേര പറയണ്ട, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം സ്വാഭാവികമായും താങ്കൾക്ക് ഏതൊരു സിനിമ ഇറങ്ങിയാലും ഇപ്പോൾ താങ്കളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലത് എന്ന് പറയുക എന്നതാണ്. അല്ല, ഞാൻ ഒരിടയ്ക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് ആകുമ്പോൾ ഇറങ്ങിപ്പോവും. ഞാൻ നെഗറ്റീവ് കൊടുക്കാറില്ല. സന്തോഷ് വർക്കിക്ക് സിനിമ കാണുന്നതിനുള്ള ടിക്കറ്റുകൾ ഫ്രീ ആണോ? ചിലപ്പോൾ അവർ ഫ്രീ ആയിട്ട് തരും, ചിലപ്പോൾ ടിക്കറ്റ് കാശ് കൊടുത്ത് തന്നെ കാണും. ഫ്രീ ആയി ടിക്കറ്റ് അയ്യറിന് അറേബ്യ കാശ് കൊടുത്ത് തന്നെ കണ്ടത്. ഫ്രീ ആയിട്ട് ടിക്കറ്റ് തന്നിട്ട് സന്തോഷെ 2 നല്ല അഭിപ്രായം പറയണമെന്ന് അല്ല, അങ്ങനെ ഞാൻ റിവ്യൂ കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ട് റിവ്യൂ കൊടുക്കാറില്ല. അല്ല, എന്നോട് അലൻ ജോസ് പെരേര പറഞ്ഞതാണ് അങ്ങനെ കിട്ടാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ അനുകൂലമായിട്ടൊന്നും പറയാറില്ല. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പോൾ അമ്മല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇറങ്ങിപ്പോയി. ഞാൻ ഡയറക്ടർ പറഞ്ഞു എനിക്കിത് നെഗറ്റീവ് കൊടുത്ത് എനിക്ക് അങ്ങനെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് റിവ്യൂ കൊടുക്കണം എപ്പോഴും, അല്ല ബയസ്ഡ് അല്ല. പെരേര എല്ലാ പടത്തിനും പോസിറ്റീവ് കൊടുക്കണം, കാരണം പുള്ളിക്ക് സിനിമയിൽ പോകണമുണ്ട്. ഞാൻ സ്പെഷ്യൽ റിവ്യൂ കൊടുക്കുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ സിനിമയിൽ അഭിനയിക്കണമെന്ന്? ഒരുപാട് ഓഫറിൽ വരുന്നുണ്ട്. എനിക്ക് ഒരു ഗ്ലാമർ സെലിബ്രിറ്റി അവനെക്കാട്ടും ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ഐൻസ്റ്റീനെ പോലെയോ റസലിനെ പോലെയോ ഫിലോസഫിയുടെ ലൈനിൽ പോകാൻ താല്പര്യം. ഈ അലൻ ജോസ് പെരേരയുടെ വിചാരം, അലൻ ജോസ് പെരേര ആരാണെന്നാണ്? അലൻ ജോസ് പെരേര അവനെ കുറിച്ച് അന്നേരം അറിയാം. അവൻ ഈ ഡാൻസ് കളിക്കാനും പാട്ട് പാടുന്ന എല്ലാം മണപ്പൂർവ്വം ചെയ്യുന്നതാണ്. അവനൊരു ലക്ഷ്യമുണ്ട് സിനിമയിൽ കയറണം, അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. സിനിമയിൽ കയറിയിട്ട് എന്ത് ചെയ്യാനാ? സിനിമയിൽ കയറി അവന് ദിലീപിൻ്റെ വലിയ ഫാനാണ്. അതുപോലെ ഒരു ആക്ടർ ആവണം ഭയങ്കര ആഗ്രഹമാണ്. എല്ലാം പ്ലാൻ ചെയ്ത് അവനെക്കുറിച്ച് അവന് ഒരു സൈക്കാട്രിക് പ്രോബ്ലവും ഇല്ല, അവൻ പൊട്ടണവുമല്ല, ഒന്നുമല്ല. ഞാനൊരു റീല് കാട്ടിത്തരാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടിയിരിക്കുന്നു. എനിക്ക് ചേരില്ല. All the dreams like twinkle stars. മോഹൻ തോമസിന്റെ സോറി കണ്ടുണ്ട്. ഇതാണ് അലൻ ജോസ് പെരേരയ്ക്ക് ഒരു ഡയലോഗ്. നമ്മൾ പറഞ്ഞു കേട്ട് പഠിച്ച ഡയലോഗാണ്. സുരേഷ് ഗോപിയുടെ ഏറ്റവും ഹിറ്റ് ഡയലോഗ്. പക്ഷെ ആൾക്ക് ലക്ഷ്യമുണ്ട്. ആൾക്കിന്റെ തൊലിക്കട്ടി ഭയങ്കരമാണ്. എത്ര ആൾക്കാരെ ആക്ഷേപിച്ചാലും പുള്ളി മാറിയിട്ടില്ല. ഈ തൊലിക്കട്ടി അല്ല എന്നെ ആറാട്ടണ്ണനാണ് പഠിപ്പിച്ചതെന്നാണ് അലൻ പറയുന്നത്. എനിക്കൊന്നും അവൻ്റെ അകത്ത് തൊലിക്കട്ടി ഒന്നുമില്ല. താങ്കൾക്ക് ഗുരുദക്ഷിണ വെച്ച് തൊഴണം. പുള്ളിയാണ് ഈ തുടങ്ങിയത്. പുള്ളി ക്രിസ്റ്റഫറിന്റെ അന്ന് പുള്ളി പ്ലാൻ ചെയ്ത് തുടങ്ങിയാണ്. എനിക്ക് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അത് കഴിഞ്ഞ് ചില ഇന്റർവ്യൂ വായ്പകളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ല, ആദ്യം അവൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് വന്നത്. ഞാനൊന്നും പറഞ്ഞു ക്രിസ്റ്റഫറിന് ഞാൻ വേറെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇവൻ വേറെ സ്ഥലത്ത് നിന്നാണ് റിവ്യൂ കൊടുത്ത് വൈറലായത്. അല്ല, അവൻ്റെ കഴിവ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നോട് പറഞ്ഞത് ആറാട്ടണ്ണനാണ് എൻ്റെ ഗുരു, അദ്ദേഹത്തെ മറന്നൊരു ജീവിതം. തിയേറ്റർ റിവ്യൂടെ ആദ്യം വൈറലായ ആൾ ഞാനാണല്ലോ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏകലവ്യനാണ്, ദൂരം നിന്ന് കണ്ടുപഠിച്ചതാണ്. അതാണ് എൻ്റേത് നാച്ചുറൽ സംഭവിച്ചാണ്. അവൻ പ്ലാൻ ചെയ്ത് വന്നത്. താങ്കൾ ദ്രോണാചാര്യരും അയാൾ അല്ല, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അവനെ റസാഖ് മട്ടഞ്ചേരി ഇവിടെ ഉണ്ട്. ആ പുള്ളിയൊക്കെയാണ് പുള്ളിയിൽ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ പുള്ളി വന്ന വഴി മറക്കുന്ന ആളാണ്. ഒരുപാട് പേര് കൊണ്ടുവന്ന ആൾക്കാരെ മറക്കുകയാണ്. ഇപ്പോൾ പുള്ളിയെ ഫോൺ വെച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല പറയണം. അത്രത്തോളം വലിയ ആളായോ പുള്ളി? അങ്ങനെയൊക്കെ പറയണം. മെഗാസ്റ്റാറിനെ പോലെയാണ്, സൂപ്പർ സ്റ്റാറിനെ പോലെയൊക്കെയാണ് പുള്ളി പറയണം. RDXന്റെ വിജയം പോലും ഞാൻ RDX വിജയം അതല്ല, ഈ ട്രോൾ ചെയ്യാൻ വേണ്ടി മണപ്പൂർവ്വം പറയേണ്ടത് എല്ലാം പക്ക പ്ലാൻഡ് ആണ്. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് മാറ്റി നിൽക്കാം. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തിയാൽ സന്തോഷ് വർക്കി, ഞാൻ ബേസിക്കലി പഴയ കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭവമാണ്. പഴയ കമ്മ്യൂണിസം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് വലിയ യോജിപ്പില്ല. പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് വെച്ച് ബെറ്റർ. പിന്നെ എല്ലാം പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവനോടെ ഇരിക്കുമോ സംശയം. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്യില്ലേ? സന്തോഷ് വർക്കി വോട്ടുണ്ടോ? അതെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ പല ആൾക്കാർക്കും ഗുണ്ടാ സംഘം പല സംഭവങ്ങളും ഉണ്ട്. ഒന്നുമില്ല, അങ്ങനെയൊന്നും പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയം വളരെ സെൻസിറ്റീവാണ്. സിനിമ പോലെയല്ല. സിനിമ കേരളത്തിൽ സെൻസിറ്റീവ് അല്ല, രാഷ്ട്രീയം ഇവിടെ വളരെ സെൻസിറ്റീവാണ്. അടി കൊള്ളുന്നതും ജീവൻ പോലും പരിപാടിയാണ്. എന്നാലും എനിക്ക് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് ഇഷ്ടമായി. സെൻട്രലിൽ നോക്കിയാൽ ഇനിയിപ്പോൾ കോൺഗ്രസിന് BJPയോട് യോജിപ്പില്ല. BJPനെ ഇന്ത്യയെ രക്ഷിക്കണമെങ്കിൽ കോൺഗ്രസിന് വിചാരിക്കണം സെൻട്രലിൽ. പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നും കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണോ പറയുന്നത്? മോഡിയോട് എനിക്ക് എതിർപ്പില്ല, പക്ഷെ പാർട്ടിയോട് എതിർപ്പുണ്ട്. മോഡി അത്ര ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ മീഡിയ ഭയങ്കര മോശമായിട്ട് പറയാണ്. മോഡി എന്തൊക്കെ വന്നാലും ഇന്ത്യ വികസിക്കണം എന്ന ആഗ്രഹം മോഡിക്കുന്നുണ്ട്. പിന്നെ എന്താണ് BJPയോടുള്ള എതിർപ്പ്? BJP ഒരു ഹിന്ദുത്വവാദമുണ്ട്. മോഡിക്കില്ലേ ഹിന്ദുത്വവാദം? മോഡിക്ക് ആ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടുണ്ട്.
പക്ഷെ ഞാൻ മോഡിയെ ഇൻഡിപെൻഡന്റ് നോക്കുമ്പോൾ അയാൾക്ക് ഇന്ത്യ വികസിക്കണമെന്ന് ആഗ്രഹമുള്ള നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ആൾ മോഡിക്ക് RSSലൂടെ വളർന്നു വന്ന RSS അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്രയിൽ പക്ഷെ പങ്കാളിയായി. പുള്ളിയെക്കാട് പ്രശ്നക്കാരുണ്ട് അമിത്ഷാ. ഇപ്പൊ പുള്ളിയുടെ സ്ഥാനത്ത് ഇയാൾ വന്നെങ്കിൽ അദ്വാനി വന്നെങ്കിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നെ. ഇനിയിപ്പോൾ അമിത്ഷാ വന്ന എന്തൊരു ഇഷ്യൂ. അതിനെക്കാട്ടിലും എത്ര ബെറ്ററാണ് മോഡി. മോഡിക്ക് ഇന്ത്യ വികസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ RSSോട് വന്നുകൊണ്ട് പുള്ളിക്ക് RSS തള്ളി പറയാൻ പറ്റില്ല. പുള്ളിയെക്കാട്ടി ഹിന്ദുത്വവാദമുള്ളവരാണ് അമിത്ഷായോ അദ്വാനി മറ്റല്ല. അവരിലാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അമിത്ഷായ്ക്ക് എങ്ങനെയാണ് ഹിന്ദുത്വവാദം വരിക? അമിത്ഷാ ഹിന്ദു എന്തൊക്കെയോ ചെയ്തിരിക്കണം. എന്തൊക്കെ ഇപ്പൊ ഈ സെക്ഷൻ 270 ഇതെല്ലാം ഹിന്ദു അല്ല. ഇനിയിപ്പോ അടുത്ത അമിത്ഷായാണ് മാസ്റ്റർ. അമിത്ഷാ ഹിന്ദു അല്ല, ജൈന അമിത്ഷാ ഇത് പിന്നിൽ കളിക്കുന്നുണ്ട്. ഇതിന്റെ ബ്രെയിൻ ചൈൽഡ് മുഴുവൻ അമിത്ഷായാണ്. തീരുമാനം എടുക്കുന്ന മുഴുവൻ അമിത്ഷായാണ്. അദ്വാനിയെ ബാബറി മസ്ജിദ് അദ്വാനി ഉണ്ടാക്കിയത്. ഇപ്പോൾ മോഡി അല്ലെങ്കിൽ ഇവരിലാണെങ്കിൽ ഇതിനെക്കാളും പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈ അടുത്ത ഈ 2024 ഇലക്ഷന് മോഡി മിക്കാലും മാറും, വേറെ ആളേക്ക് വരണം. അത് ഇതിനെക്കാട്ടും ധൈര്യമായിരിക്കും. സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ സാമ്പാറിനുള്ളിലെ മുരിങ്ങക്കോൽ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന പോലെയാണ്. BJP എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ BJPയുടെ പ്രധാനമന്ത്രി മോഡിയുടെ ഒരു ഭാഗം. ഇപ്പോൾ മോഡിയെ സൗത്ത് ഇന്ത്യൻ മീഡിയ ഭയങ്കര ക്രിറ്റിസിസമാണ്. അത്രയും ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അത് പറയുമ്പോൾ BJP കൂടി അംഗീകരിച്ചു പോകണ്ടേ? BJPയിലെ പല നേതാക്കളെക്കാട്ടും ബെറ്ററാണ്. അദ്വാനിയെക്കാട്ടും അമിത്ഷായും അങ്ങനെ പലരെക്കാട്ടും ബെറ്ററാണ്. മോഡിയെക്കാട്ടും ബെറ്റർ എനിക്ക് തോന്നിയത് വാജ്പേയി ആയിരുന്നു. AB വാജ്പേയി ജെന്റിൽമാനായിരുന്നു. പക്ഷേ അദ്വാനിയെക്കാട്ടും അമിത്ഷായെക്കാട്ടും ബെറ്റർ മോഡി തന്നെയാണ്. ഈ 10 വർഷം മോഡിക്ക് വരെ അമിത്ഷായോ അദ്വാനിയാണെങ്കിൽ ഇതിനെക്കാട്ടും പ്രസിഡന്റായാണ്. ഈ BJP സർക്കാർ, NDA സർക്കാർ എന്ന് പറയുന്നത് ഒരു ഡബിൾ എഞ്ചിൻ ട്രെയിനാണ്. ഒരു എഞ്ചിൻ ഈ പറയപ്പെടുന്ന നരേന്ദ്രമോദി ആണെങ്കിൽ മറ്റൊരു എഞ്ചിൻ അമിത്ഷായാണ്. സ്വാഭാവികമായിട്ട് ഇവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത് പക്ഷേ ആരാണ്? RSS ആണ്. അയാൾ എത്രയും വിമർശിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അയാൾ പരിശുദ്ധനാണോ നല്ല മനസ്സിലാണ് പറയുന്നില്ല. ഉള്ളൽ ഭേദം. ഇനിയും നരേന്ദ്രമോദി അധികാരത്തിൽ ഇനി വരുന്ന തോന്നുന്നില്ല. പുള്ളി മാർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. വേറെ ആരെങ്കിലും വരണം. മോദിക്ക് ഗ്യാരണ്ടി പറഞ്ഞു കഴിഞ്ഞു. മോദി തന്നെയാണ് അടുത്ത പ്രധാനമന്ത്രി. മോഡിയാണ് പറഞ്ഞോ? എനിക്ക് തോന്നില്ല ഒരു 1-2 വർഷം കഴിഞ്ഞ് മാർക്ക് കൊടുക്കുകയായിരിക്കും. മോദി ആണെങ്കിൽ പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ BJP ആണ് എന്തായാലും വരാൻ പോകുള്ളൂ, കോൺഗ്രസ് വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ മോഡി തന്നെയായിരിക്കും ബെറ്ററോ. മറ്റുള്ളവരെക്കാട്ടും ബെറ്റർ മോഡിയാണ്. ഈ കേരളത്തിലെ പൊളിറ്റിക്സിലേക്ക് വന്നാൽ കേരളത്തിൽ BJPക്ക് യാതൊരു ഹോൾഡും ഇല്ല. ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളതിൽ കഴിവുള്ള ആൾ പിണറായി വിജയൻ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ കുറച്ച് പേടിയാണ്. പേടിയാണോ കഴിവിന്റെ? പിണറായി വിജയൻ കുറച്ച് പേടിയുണ്ട്. പിണറായി വിജയന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ദാസ് ക്യാപിറ്റൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. രാമലേ ദിലീപ് പറഞ്ഞ പോലെ എനിക്ക് ദാസ് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മനസ്സിലാക്കാൻ ബുദ്ധിയൊന്നുമില്ല, കളിക്കാനറിയാം. ഇപ്പോഴത്തെ കമ്മ്യൂണിസം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്, പഴയ കമ്മ്യൂണിസം ഒന്നല്ല. ഇപ്പോഴത്തെ പല ആൾക്കാർക്കും വിദ്യാഭ്യാസം കുറവാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ കുറേ കറപ്ഷനും എല്ലാം ഉണ്ട്. പക്ഷേ ഉള്ളതിൽ ഇപ്പോൾ ഭേദം പിണറായി വിജയൻ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റല്ല മുഴുവൻ രാഷ്ട്രീയം കേരളത്തിലാണ്. കേരളത്തിൽ വേറെ ആരാണ്? VT സതീശൻ വലിയ കുഴപ്പമില്ല. അങ്ങനത്തെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞാനൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കാം. സന്തോഷ് വർക്കി നാളെ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചു എന്നിരിക്കട്ടെ. സന്തോഷ് വർക്കിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കും. സന്തോഷ് വർക്കി ആദ്യം എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? വിദ്യാഭ്യാസ മേഖലയിൽ ചേഞ്ച് വരുത്തണമുണ്ട്. എന്താണ് ചേഞ്ച്? കാരണം ഇവിടെ നല്ല എല്ലായിടത്തും അമേരിക്കയിൽ എവിടെയാണെങ്കിലും കുറേ മാർക്ക് നോക്കിയിട്ടാണ് എല്ലാം മെഷർ ചെയ്യുന്നത്. പിള്ളേർക്ക് ഒരു മാനസിക വളർച്ചയോ അങ്ങനെ സംഭവം നടക്കുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസ സിസ്റ്റംസ് തന്നെ ശരിയാക്കിയാൽ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. അങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് കുറച്ചുകൂടെ മാനസിക, ഇപ്പോൾ പല വിദ്യാർത്ഥികൾക്കും 50-ൽ 100-ൽ 99.9 മാർക്ക്, പക്ഷേ മാനസിക വളർച്ചയില്ല. അങ്ങനത്തെ കുറേ ചേഞ്ചസ് വരുത്തണമുണ്ട്. വിദ്യാഭ്യാസത്തിൽ ചേഞ്ച് വന്നാൽ തന്നെ സമൂഹം മാറും. താങ്കൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് 37-ാം വയസ്സിൽ. ഞാൻ എൻ്റെ അടുക്ക സ്റ്റാർട്ട് കമ്പനി നടത്തി, കുറേ ബുക്കുകൾ എഴുതി. എപ്പോഴും പഠിത്തമൊന്നുമല്ല, ഞാൻ പല കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന PhD ആണ്, ഡോക്ടറേറ്റ്. എനിക്ക് 3 ഓൾ ഇന്ത്യ എൻട്രൻസ് കിട്ടിയ നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയാണ്. IIT അഡ്മിഷൻ കിട്ടിയാണ്. അപ്പോൾ എനിക്ക് ഫാദറിൻ്റെ ഹെൽത്ത് മോശമായി. ആവശ്യത്തിലധികം വിദ്യാഭ്യാസവും ആവശ്യത്തിലധികം സർട്ടിഫിക്കറ്റും താങ്കളിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ആവശ്യത്തിൽ അധികം വിദ്യാഭ്യാസമില്ല, ഞാൻ PhD ചെയ്യുന്നു. ഈ അലൻ ജോസ് പെരേര എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 22 വയസ്സേ പ്രായമുള്ളൂ, എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അമ്മയ്ക്ക് ചെറിയൊരു ജോലി. അത് ശരിയായ തിങ്കിങ് അല്ല. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. അതല്ല പുള്ളി ട്രോൾ ചെയ്യാൻ വേണ്ടി പറയണതാണ്. കറുത്ത പെൺകുട്ടിയെ പറ്റില്ല, എല്ലാം പ്ലാൻ ചെയ്ത് ട്രോളാൻ വേണ്ടി പറയണതാണ്. പുള്ളി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതിൽ കഴിഞ്ഞ് തന്നെ പുള്ളി ഇത് ക്ലിക്കായാലും ബിസിനസ് ഫീൽഡിൽ തിരിയും. എനിക്ക് യൂണിവേഴ്സിറ്റി അക്കാഡമിക് ആരിൽ പോകാൻ താല്പര്യം. യൂണിവേഴ്സിറ്റിയുടെ ഭാഗം പ്രൊഫസറാവുക, അങ്ങനെ പോകാൻ താല്പര്യം. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? അത് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പ്രശ്നമുണ്ട്. ഒന്നാമത് കറപ്ഷൻ, പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണമുണ്ട്, യൂറോപ്പിലല്ല. പ്രായം 37 പുറത്തോണ്ട് അങ്ങനെ ഏജ് ലിമിറ്റ് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ PhD എടുത്ത് തീർക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട്. എന്താണ് സന്തോഷ് വർക്കിയുടെ ഒരു വരുമാന മാർഗം? എനിക്കിപ്പോൾ സ്കോളർഷിപ്പ് ഉണ്ട്, 40,000 പെർ മന്ത് കിട്ടുന്നുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കാശ് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാദറിൻ്റെ കുറേ അസറ്റ്സും
മറ്റുണ്ടെങ്കിൽ ഫിനാൻഷ്യലി അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളായിട്ടുണ്ട് പിന്നെ അങ്ങനെ ബാഡ് ഹാബിറ്റ്സ് ഒന്നും ഇല്ല, ഒരു ബാഡ് ഹാബിറ്റ്സും ഇല്ല. ക്രേസിൽ ആകെ ഒരു ഹോബിയാണ് സിനിമ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു? അമ്മ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, പക്ഷെ ജോലിക്കൊന്നും പോയിട്ടില്ല. ശരി. അപ്പം ഈ പറയപ്പെടുന്ന പോലെ വീട്ടിൽ പട്ടിണിയില്ലാതെ സുഖമായി ജീവിക്കാനുള്ള വരുമാനം കിട്ടും? എനിക്ക് എൻ്റെ ചിലവ് എൻ്റെ കാശ് തന്നെയാണ്, ഞാൻ എൻ്റെ കാശ് ഉപയോഗിച്ച് ജീവിക്കുന്നത്. വീട്ടിൽ നിന്ന് എടുക്കാറില്ല? വീട്ടിലെടുക്കാറില്ല. എൻ്റെ സിസ്റ്റേഴ്സ് കഴിക്കുന്ന കാശിലെ മദറിന് വേണ്ടിയാണ്, ഞാൻ എൻ്റെ കാശ് ഉപയോഗിച്ച് ജീവിക്കുന്നത്. സന്തോഷ് വർക്കിയുടെ മനസ്സിലുള്ളൊരു സൗന്ദര്യ സങ്കല്പം എങ്ങനെയാണ്? സിനിമാ നടിമാരെ ഓർമ്മിക്കരുത്, എങ്ങനെയായിരിക്കണം ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടിയെക്കാട്ട് ഇന്നർ ബ്യൂട്ടിയാണ് കൂടുതൽ വേണ്ടത്. മനസ്സ് കുറച്ച് നന്നാവണം, എക്സ്റ്റേണൽ ബ്യൂട്ടി കൊണ്ട് മാത്രം കാര്യമില്ല. എക്സ്റ്റേണൽ ബ്യൂട്ടിയിൽ ഒരു കാര്യവുമില്ല. അല്ല, എനിക്ക് ഭംഗിയില്ലാത്തതുകൊണ്ട് എൻ്റെ ലൈഫ് പാർട്ട്ണർ ഭംഗിയിട്ടാവുന്ന ആഗ്രഹമുണ്ട്. ഓക്കെ. രാവിലെ തുളസിക്കതിർ ചൂടി ഒരു കപ്പ് കാപ്പിയുമായി എന്നെ വന്ന് വിളിച്ചു നിർത്തുന്ന ഒരു പെണ്ണ്. എനിക്കൊരു ടൗൺ ഗേൾ, ഞാൻ ടൗണിലെ ജനിച്ചു വളർന്ന, സിറ്റി അല്ല നാടനോ അല്ല, ടൗൺ ഗേൾ. ഞാൻ ടൗണിൽ വളർന്ന ആളാണ്, പാലക്കാട് ഞാൻ ജനിച്ചു വളർന്നു. എടി എന്ന് വിളിക്കുമ്പോൾ തിരിച്ചെടാ എന്ന് വിളിക്കുന്ന ഒരു ബന്ധം? എനിക്കിപ്പോൾ എന്നെ ചേട്ടാ അങ്ങനെ ഭയങ്കര റെസ്പെക്ട് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു 1-to-1 റിലേഷൻ. ഇപ്പോൾ ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് ഈക്വൽ ആവണം, അതിൻ്റെ 1-to-1 റിലേഷൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ ഡോമിനേറ്ററൊന്നും അവർ ഡോമിനേറ്ററൊന്നും ഇല്ല, 1-to-1 ഈക്വൽ. നാളെ സന്തോഷ് വർക്കിയെ ഒരു പെൺകുട്ടി വിളിക്കുകയാണ്, സന്തോഷ് ചേട്ടാ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ സന്തോഷ് ചേട്ടൻ ഈ സോഷ്യൽ മീഡിയയിലുള്ള കളികളെല്ലാം അവസാനിപ്പിക്കണം, സിനിമ റിവ്യൂ പറയാൻ പാടില്ല, ഇത്തരത്തിൽ വീഡിയോകൾ ഇടാൻ പാടില്ല, പോസ്റ്റുകൾ ഇടാൻ പാടില്ല, എൻ്റേത് മാത്രമായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സന്തോഷിൻ്റെ പ്രതികരണം? അതൊന്നും നടത്താം. ഫിലോസഫിയിൽ മാറാൻ പറ്റില്ല, ഫിലോസഫി അങ്ങനത്തെ ആയാലും മാറാൻ പറ്റില്ല, സിനിമ റിവ്യൂവിൽ മാറാൻ ബുദ്ധിമുട്ടാണ്. ബാക്കി വീഡിയോസ് തന്നെ സൂക്ഷിച്ചോളാം. താങ്കളാ പറഞ്ഞു ആത്മാർത്ഥമായ ഒരു പെണ്ണിന്റെ സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്, അതിനുവേണ്ടി താൻ വീഡിയോസ് ഇട്ട് സൂക്ഷിച്ചോളാം, അതെല്ലാം ചെയ്യണം. സിനിമ റിവ്യൂ എനിക്ക് നിർത്താൻ പറ്റില്ല, ഫിലോസഫി മറ്റേ കാര്യം നിർത്താൻ പറ്റില്ല, ബാക്കി വീഡിയോസ് ഇടുന്നത് മറ്റേ സൂക്ഷിച്ചോളാം. ആരും വിളിക്കാൻ സാധ്യതയില്ല സന്തോഷം, ആരും വിളിക്കാൻ സാധ്യതയില്ല. ഇല്ല, എനിക്കൊരു പെണ്ണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. എനിക്ക് പെണ്ണുണ്ടാവണം വലിയ ആഗ്രഹമൊന്നുമില്ല, ഇല്ലാതെ ജീവിക്കാൻ പറ്റും. നല്ലയാളെ കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് തോന്നുന്നു ഈ ആണത്ത് അല്ലെങ്കിൽ പൗരുഷം ചിലർ പറയും സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ അതൊന്നല്ല. അത് സന്തോഷം ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കലാണ് ഏറ്റവും വലിയ ആണത്ത്. പക്ഷെ സന്തോഷം ചെയ്തിട്ടില്ലേ? ഏതാ സ്ത്രീയോടൊപ്പം പോയിട്ടില്ലേ? ലൈംഗിക അപൂർവമായിട്ടല്ലേ പോയിട്ടുള്ളൂ. അതെ, പക്ഷെ എന്നെ പറഞ്ഞാൽ അതില്ലാതെ ജീവിക്കലാണ് ഏറ്റവും ആണത്തമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നും താങ്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മഞ്ജു വാര്യരെ പോലെ പെണ്ണിനെ വേണമെന്നാണ്. കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ വേണ്ട. ഈ പറയുന്നത് തമ്മിൽ മാച്ച് ആവുന്നില്ല. അല്ല, അതിപ്പോൾ നമുക്ക് മാറില്ല. ഇപ്പം നമ്മളിപ്പോൾ സയൻസ് റിലീജിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നതാണ് എപ്പോഴും അൾട്ടിമേറ്റ്. സയൻസിൽ പലതും മാറിക്കൊണ്ടിരിക്കുക, അതേപോലെ എൻ്റെയും പല അപ്രിയം മാറും. പുതിയ ഇൻഫർമേഷൻ കിട്ടുമ്പോഴും പലതും കാണുമ്പോൾ മാറും. എപ്പോഴും ഓരോ ഒപ്പീനിയൻ അല്ല. ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമോ? തോന്നിയാൽ ഇടും, പക്ഷെ അത് സൂക്ഷിച്ച് ഇടും. മനസ്സിലിപ്പോൾ അങ്ങനെ ഒരു പേരുണ്ടോ? അതിനി വരാൻ പോണല്ലേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ മറ്റേ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. നമ്മൾ ക്ലോസ് ആണ്, അവരായിട്ട് ഒരു ബന്ധത്തിന്. ശരി, അത് ക്ലോസ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായും സന്തോഷിന്റെ ഒരു സ്വഭാവം വെച്ച് ഏതെങ്കിലും ഒരു പേര് മനസ്സിലേക്ക് വരേണ്ടതാണ്, ഒരു രൂപം മനസ്സിലേക്ക് വരേണ്ടതാണ്. നമ്മൾ ഇന്ന് ഇട്ട പോലെ മഞ്ജു വാര്യനെ പോലെ ഒരാൾ, മഞ്ജു വാര്യനെ പോലെ ഒരാൾ, മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ, അവരെ പോലെ ഒരാൾ, അവരെ എനിക്ക് ചോദിക്കുകയാണ്. മലയാള സിനിമ പേടിയാണ് എനിക്ക്, ആളാണ്. ഞാൻ സമ്മതിച്ചു. മഞ്ജു വാര്യർ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കണ്ട് വളർന്ന, സിനിമയിൽ നിന്ന് മാറി നിന്നിട്ട് സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും സിനിമയിലേക്ക് എത്തുമ്പോൾ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരാൾ. ഇപ്പോഴും മലയാളി മനസ്സിൽ ഒരു സിനിമാ നടി എന്ന് പറയുമ്പോൾ ഊർവശി കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയുള്ളൂ, താങ്കൾ പറഞ്ഞ പോലെ അല്ല, ഊർവശി കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലേക്ക് വരുന്ന മുഖം മഞ്ജു വാര്യർ. ആ മഞ്ജു വാര്യരെ പോലെ ഒരാളെ തനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ, മഞ്ജു വാര്യരെ പോലെ ഒരാൾ പറഞ്ഞാൽ അതുപോലെ ഫെയിം ഉണ്ടാവണോ, അതുപോലെ കാശ് ഉണ്ടാവണമെന്നല്ല, അതുപോലെ ആ ഒരു തരത്തിലുള്ള പേഴ്സണാലിറ്റി. താങ്കൾക്ക് എത്രമാത്രം മഞ്ജു വാര്യരെ അറിയാം? 3-4 തവണ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് എന്നെ അറിയാം. അല്ല, 3-4 തവണ സംസാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മഞ്ജു വാര്യരിലേക്ക് എന്റെ ചോദ്യം അതല്ല, ഞാൻ മഞ്ജു വാര്യർ ചേച്ചി ദയവ് ഇത് കാണുകയാണെങ്കിൽ, കാണുമെന്ന് എനിക്കറിയില്ല, കാണുകയാണെങ്കിൽ താങ്കളുടെ പേര് എടുത്തിടുന്നത് ഇതിനു വേണ്ടി ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ മനസ്സറിയാൻ വേണ്ടി മാത്രം. ഞാൻ 3-4 നേരിട്ട് കണ്ടിട്ടുണ്ട്. കുറച്ച് വാശിയുള്ള ആളാണ്, പക്ഷേ ഭയങ്കര സ്ട്രോങ് ലേഡിയാണ്. പിന്നെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ് അവർ. നിഷ്കളങ്കനായ സന്തോഷ് വർക്കിക്ക് അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് വന്നാൽ താങ്ങാൻ പറ്റുമോ? അറിയില്ല. ഇപ്പം ഈ പെൺകുട്ടി, ഇപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടിയും ശരിയാകാൻ പറഞ്ഞാണ് ഞാൻ പോയത്. ഇനി നിത്യമേന്ദ്രനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളല്ല. ശരിയല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ കുട്ടിയുടെ ഇഷ്ടം എനിക്ക് ഇഷ്ടമല്ല. അതല്ല, നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ആളാണോ ഇല്ല, നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ആയിരിക്കില്ല ആള്. എൻ്റെ ജഡ്ജ്മെൻറ്റ് തെറ്റ് ചെയ്യുന്നുണ്ട്.
നിത്യമേൻ്റെ കേസിൽ 5-6 വർഷം നടന്നിട്ട് പോലും പിന്നീട് ഇവിടെ വന്ന് അവർ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോഴാണ് എനിക്ക് അവരെ കുറിച്ച് ഐഡിയ കിട്ടിയത്. നിത്യമേനോൻ ആരാണ്, സന്തോഷ് വർക്കി ആരാണെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അവരുടെ ഫീൽഡ് അങ്ങനെ ആയതുകൊണ്ടാണ് അവർ ഇത്ര വലിയ ആളായത്. അങ്ങനെ ആണല്ലോ, ആയല്ലോ. അല്ല, അവരുടെ ഫീൽഡ് അങ്ങനെയാണ്. കാരണം സിനിമാ ഫീൽഡ് ആക്ടിങ് മാത്രമല്ല, ഇപ്പൊ എത്ര കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്, എഡിറ്റേഴ്സ് ഉണ്ട്, സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്ത ഇമ്പോർട്ടൻസ് ആണ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവർക്ക് ആർക്കും ഇമ്പോർട്ടൻസ് കിട്ടാത്ത ഇമ്പോർട്ടൻസ് ആണ് ആക്ടേഴ്സിനും ആക്ട്രസ്മാർക്കും പാർട്ട്ണർക്കും കൊടുക്കണം. അത് സിനിമാ ഫീൽഡിൽ ഒരു ഇൻജസ്റ്റിസ് ആണ്, ഭയങ്കര ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ ഇപ്പോൾ അവരുടെ റെമ്യൂണറേഷൻ ആയാലും അവർ ഇറങ്ങിക്കുന്ന റെമ്യൂണറേഷൻ ഒന്നുമല്ല, ഭയങ്കര റെമ്യൂണറേഷൻ വാങ്ങിക്കണം എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് മാത്രം അവർ സുപ്പീരിയർ ആണ്, നമ്മൾ ഇൻഫീരിയർ ആണ് പറഞ്ഞ അർത്ഥമില്ല. അത് പറയാൻ അത് ഇൻജസ്റ്റിസ് ആണെന്ന് പറയുന്നതോടെ എനിക്ക് ഇൻജസ്റ്റിസ് ആണ്. കാരണം ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നില്ല, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവസാനം ക്രെഡിറ്റ് കൊണ്ടുപോകുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഇപ്പോൾ ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പോൾ ഒരു ജോൺ പോളിന്റെ സ്ക്രിപ്റ്റ് എന്നോ ഒരു ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് ഒക്കെ, ബാക്കിയുള്ള ഏതൊരു സ്ക്രിപ്റ്റ് റൈറ്റർ സ്ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇന്ന ആളുടെ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ച് എത്ര പേര് സിനിമ കാണാൻ പോകും? ഇപ്പോഴാണ് LJP ഫിലിം, ജീത്തു ജോസഫ് ഫിലിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടായിരുന്നു. പത്മരാജൻ പടം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് എത്ര പേർ ഇന്ന ആളുടെ ക്യാമറയാണ്, ഇന്ന ആളുടെ എഡിറ്റിംഗ് ആണ്, ഇന്ന ആളുടെ സ്ക്രിപ്റ്റ് ആണ്, പടം കച്ചവടം. സിനിമ സീരിയസ് ആയി എടുക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, അതിന്റെ കുഴപ്പമാണ്. സിനിമ എങ്ങനെയാണ് സീരിയസ് ആയിട്ട് എടുക്കുക? സിനിമ എന്റർടൈൻമെന്റ് അല്ല, എന്റർടൈൻമെന്റ് മാത്രമല്ല സിനിമയുടെ. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ആദ്യത്തെ ഷോയ്ക്ക് പോയി പടം കാണുന്ന ആളല്ല. ഞാൻ ആരുടെ അഭിപ്രായം കേട്ടും പോകാറില്ല. അങ്ങനെ അഭിപ്രായം കണ്ടു പോകരുത്. അല്ല, അഭിപ്രായം കേട്ടും പോകാറില്ല. സന്തോഷ് വർക്കി തന്നെ പറയണോ അത്?